വെൽക്കം ബാക്ക് ഗൈസ് വിത്ത് ആർക്ക് സർവൈവൽ സീരീസ്. തിങ്ക് അഞ്ചാമത്തെ ആറാമത്തെ എപ്പിസോഡായി. ഏതായാലും കുറച്ച് കാലമായി വീഡിയോ കുറച്ച് കാലം 1 വീക്ക് കണ്ടായി. കോളേജിലൊക്കെ ക്ലാസ് തുടങ്ങി, അതാണ്. അപ്പം ഈ വീഡിയോ കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാൽ ഞാൻ ഡെഡായി എന്ന് വിചാരിക്കുന്നത്. സോ നമുക്ക് ബാക്കി കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ മെയിൻ ഗോൾ എന്ന് പറയുമ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു ബ്രോ നല്ല കുറച്ച് കമൻറ്റുകൾ പറഞ്ഞായിരുന്നു. അപ്പം അതൊന്ന് കാര്യങ്ങളൊന്നും ചെയ്യാനാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ബാക്കിൽ ചിലപ്പോൾ കണ്ടുണ്ടാവും. അതിൽ ബ്രോയുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കമൻസ് ആണ്. ഒക്കെ അവിടെ വീഡിയോയിലെ കൊടുത്തേക്കാം, പേര് വിട്ടുപോയി, അതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ വെള്ളം കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എനിക്കറിയാത്ത നമ്മൾ വെള്ളം നിൽക്കും പ്രശ്നമല്ല. പിന്നെ ആരിത് നേരത്തെ അവിടെ തൊടുന്നോ ടൈം ചെയ്ത ഡയലോഗ് പക്ഷെ ഈ ഇൻവെന്ററി ഓപ്പൺ ഇത് മറ്റേ റൈഡ് ചെയ്യണ ഞാൻ നിൽക്കിയത്. പക്ഷെ അറ്റാക്ക് ആയിപ്പോയി. ലെവലപ്പ് ഉണ്ടല്ലോ നമുക്ക്, ഹെൽത്ത് സ്റ്റാമിന 2 ലെവലപ്പ് കൂട്ടി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇപ്പം പ്രശ്നമല്ല. കുറച്ച് കഴിയുമ്പം നമ്മൾ ഈ ടെമ്പറേച്ചർ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് സൈഡിൽ റൈറ്റ് ടോപ്പിലങ്ങ് വരിക. അതെന്താന്നും കൂടി ആരുടെയും പറഞ്ഞു തരണം. ബ്രോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡൈനോസറിനെ ടൈം ചെയ്യാൻ നോക്കിയപ്പോൾ കുറേ ഡൈനോസറൊന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടക്കാതെക്കാൻ വേണ്ടിയിട്ട് ആ ബ്രോ പറഞ്ഞൊരു ഐഡിയ ആണ്. അതായത് ചുറ്റുള്ള അറ്റാക്കബിൾ ആയിട്ടുള്ള ഡൈനോസേഴ്സിനെ കൊല്ലുക. പിന്നെ നമുക്ക് ആ ഒരു സ്പീഷീസ് ഒന്നും മതിയെങ്കിൽ ആ ഒറ്റ മതി. ഇപ്പൊ ട്രൈക്കൊക്കെ ആണെങ്കിൽ ഒന്നിനെ അറ്റാക്ക് ചെയ്ത് അതിന്റെ ടീം ഫുള്ള് നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ബാക്കിയുള്ളതിനെ കൊന്നിട്ട് പിന്നെ ഇതിനെ നമുക്ക് ടീം ചെയ്യാൻ നോക്കിയാൽ മതി. ഇങ്ങനെയാണ് ബ്രോ പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയ കാര്യമായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതായത് ഇത് ലോങ് പ്രോസസ്സായിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഇങ്ങനെ ഒരു ചുറ്റായിട്ട് നമ്മളൊരു വൻമതിൽ കിട്ടി. മറ്റവനോടെ ഇവൻ പ്രശ്നമാട്ടോ. അവനെ ആ അങ്ങ് തലക്കുന്ന ടൈം ചെയ്തായിരുന്നു. പക്ഷെ അവന്റെ കൂടെ ഉള്ളവരൊക്കെ എത്തി. ഇവന് ഈ ഏരിയക്ക് വരണ്ട തോന്നുന്നു. ഇവിടെ ഓടി കാണുന്നില്ല. എനിവേ നമ്മൾ പറഞ്ഞ കാര്യം ചുറ്റൊരു വൻമതിൽ കെട്ടാൻ വേണ്ടി പറയാം. അതായത് നമ്മൾ ഡൈനോസറിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം ഞാൻ വലിയ സീരിയസ് ആക്കി, കാരണം പതുക്കെ ചെയ്യാനുള്ള പ്രോസസ്സ് ആയിരിക്കും എന്ന് ഞാൻ കരുതിയായിരുന്നു. പിന്നെ എനിക്ക് പയ്യെ മനസ്സിലായി നമ്മളെ ഒരു ടെറാഡോനെ ഏതോ ഒരു ഡൈനോസർ ട്രൊഡൂണോ, അതായത് അത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മേത്തേക്ക് ചാടിയിട്ട് നമ്മൾ അൺകോൺഷ്യസ്നെസ് ആയിട്ട് അവിടെ കിടക്കും. പിന്നെ ബാക്കിയുള്ള ഡൈനോസറിനൊക്കെ അറ്റാക്ക് ചെയ്യാം. പിന്നെ ഇവനാണെങ്കിൽ കംപ്ലീറ്റ് ഞാൻ ന്യൂട്രലിട്ട് ചെയ്തായിരുന്നു. അതിൽ നമ്മൾ ടെറാഡോന് പോയി, പിന്നെ ഒരു പാരസോറസ് പോയി, ഡൈലോപ്പോസോറസ് പോയി. ന്യൂട്രൽ ഞാൻ പാസീവിലിട്ടായിരുന്നു ഡൈലോപ്പോസോറസിനൊക്കെ. ഇവന്മാരാണ് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നില്ല. 2-3 അതിൻ്റെ ആട്ടിനോട് കംപ്ലീറ്റ് പോയതിനു ശേഷം പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഇത് കെട്ടിയിട്ട് പിന്നെ പുതിയ എണ്ണത്തിന് ടൈം ചെയ്ത് ഇവൻ പോരാ കേസ്. ഇവനെ മാറ്റണം, ഇവനെ പണിയിൽ നിന്ന് മാറ്റണം, പുതിയ ആളെ സെറ്റാക്കണം. പിന്നെ അതൊക്കെയാണ് കാര്യം. പിന്നെ ഇവൻ എന്താ അറിയില്ല, കാരണം പോരാന്ന് പറയാൻ കാരണം ഇവന് വെയിറ്റ് അത് ഇവന്റെ ഇൻവെന്ററിയിലൊന്നും ഇല്ല. ഇന്ത്യ ഇൻവെന്ററി കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷെ വെയിറ്റ് അത്യാവശ്യം ഒരു ഇതുണ്ട്. ഇപ്പൊ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കയറി ഇരിക്കുമ്പോൾ കംപ്ലീറ്റ് ആവാണ്. ഐ തിങ്ക് നമ്മളെ വെയിറ്റ് കൊണ്ടായിരുന്നു. എനിവേ ഏതായാലും ഇവനെ മാറ്റണം. ഇവനാണെങ്കിൽ ശരിയാവില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നായിരുന്നു. അതിൻ്റെതാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് നമുക്കൊരു ഡ്രോപ്പ് കുറെ കളക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഞാൻ കണ്ണ ഡ്രോപ്പ് കളക്ട് ചെയ്ത് ചവറ് പോലെ ലൂട്ടിയായിരുന്നു ഡ്രോപ്പ് കുറെ ലൂട്ടി. എനിക്ക് ഈ മരൊക്കെ കയ്യിൽ ഇൻവെർട്ടർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ ലെഗ് ഡേ വാങ്ങി 23 കീ കൊടുത്തിട്ട് ഇപ്പൊ ഐ തിങ്ക് 8-9 കീയിട്ട് ബാക്കിയുള്ളൂ. 2 വട്ടം ലെഗ് ഡേ വാങ്ങി. ഞാൻ 2 അവർ വുഡ് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഇത് സെറ്റാക്കിയത്. കാരണം ഒരു വുഡിൻ്റെ ഇല്ല. ഞാൻ മറ്റേ പാരസോറസിന് വെച്ച് നോക്കിയപ്പോൾ വുഡ് കിട്ടുന്നില്ല, താച്ച കുറെ കിട്ടുന്നു. അപ്പൊ ഞാൻ 2-3-4 ആക്സ് ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങി നിരത്തി അങ്ങ് മുറിച്ച്. അത് അപ്പുറത്ത് ഒരു മരമില്ല. ഇപ്പൊ
തിരിച്ച് വളരുമല്ലോ എന്നറിയില്ല. പിന്നെ അതാണ് നമ്മുടെ ഡൈലോഫോസോറസിന്റെ ആർമിയെ കാണിച്ചു തരാം. പിന്നെയുള്ള കാര്യം നമുക്ക് ഈ ആർമർ സെറ്റ് ആക്കണം. അത് നമുക്ക് കുറച്ച് മെറ്റലും കാര്യം കിട്ടിയായിരുന്നു. അതും ആ ബ്രോ പറഞ്ഞു തന്നെയാണ്. എന്തോ നമ്മൾ ഫർണസ് പോലെ സാധനം ഉണ്ട്, അതിൽ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ഈ മെറ്റല് നമുക്ക് ഓവറായിട്ട് കിട്ടും. അങ്ങനെ എന്തോ സംഭവമാണ്. നമുക്ക് ഈ ചുറ്റുള്ള വൻമതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ സ്റ്റോൺ കളക്ട് ചെയ്തപ്പോൾ ഇഷ്ടം പോലെ മെറ്റൽ കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്താവുമെന്ന് അറിയില്ല. പിന്നെ ഒരു ഡൈനോസറിന്റെ ടൈം ചെയ്യണമെന്നുണ്ട്. എനിക്ക് റാപ്റ്റർ ടൈം ചെയ്യണമെന്നുണ്ട്. ഒരു റാപ്റ്റർ പാക്ക് സെറ്റ് ആക്കണമെന്നുണ്ട്. ബട്ട് റാപ്റ്റർ ടൈം ചെയ്യുമ്പോൾ ടാസ്ക്കാണ്. ഇവന്മാരെ നമ്മളെ വന്നിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്, അതിന് അറ്റാക്കിന് എന്തോ പേരുണ്ട്. നമ്മളെ എടുത്തിട്ട് നിലത്തേക്ക് ഇടും. പിന്നെ കുറച്ച് അറ്റാക്ക് ചെയ്തിട്ട് അവന്മാര് പോവും. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ഒരു രണ്ടാക്കര ട്രാപ്പ് ചെയ്തിട്ട് ഇവനെ അടിച്ചായിരുന്നു. ബട്ട് എന്റെ കൂടെ ഡൈലോഫോസോറസ് ഉണ്ടായിരുന്നു. അവനെ അഗ്രഷൻ മോഡിൽ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് തിരിച്ചടിച്ച്, അതായത് ബോലയിൽ കെട്ടിയേക്കല്ലേ, ഇവൻ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. ആ ഡൈലോഫോസോറസിന് കൊന്നാലും പ്രശ്നമില്ല. ഡൈലോഫോസോറസ് ചവറ് പോലെ ഉണ്ടാവും. റാപ്റ്ററൊക്കെ ഇടക്കിടക്ക് സ്പോണാവുള്ളൂ. സ്പോണാകുമ്പോൾ 2-3 ഇടക്കിടക്ക് സ്പോണാവാം. ഇനി നമുക്കുള്ള മേജർ വർക്ക് വരുമ്പോ നമുക്ക് ആ മറ്റേ സാധനം ക്രാഫ്റ്റ് ചെയ്യണേലും ആ ഫർണസ് എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റിൽ അതിന് സ്റ്റോണ്, താച്ച്, വുഡ്, ഫൈബർ എല്ലാം വേണം. അതൊരു വേണം. അപ്പൊ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം. പിന്നെ അത് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ വെക്കാൻ എനിക്ക് ഐഡിയ കിട്ടിയില്ല. പിന്നെ നിങ്ങൾ പറയാം, നമുക്ക് ഈ വീട് റീബിൽഡ് ചെയ്യണോ അതോ വേറെ സ്ഥലത്തേക്ക് മാറണോ, ഈ സ്ഥലം നല്ലതാണോ, എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. ആയിട്ട് കുഴപ്പമില്ലാതെ തോന്നുന്നു. പിന്നെ ഇടക്കിട്ട് ആ ട്രെഡൂണ് വരുന്നൊക്കെ വിഷയമുള്ളൂ. പിന്നെ നമ്മൾ ഈ മതിൽ കെട്ടിയോണ്ട് അവന്മാരെ ശല്യം കുറവായിരിക്കണം. ഏതായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. നിങ്ങളെ കമന്റ് പ്രകാരം. പിന്നെ പറയാനുള്ളത്, നിങ്ങളെ കമന്റ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പോലെ ഓരോ ബ്രോയുടെ കമന്റ് എടുത്തിട്ട് ആ കമന്റ് പ്രകാരം കളിക്കണോ അതോ എന്റെ ഇഷ്ടപ്രകാരം കളിക്കണോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യും. ഏതാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുള്ള പോലെ. അപ്പൊ ഞാനത് ക്രാഫ്റ്റ് ആക്കിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതൊക്കെ ഒന്നായിട്ട് കളക്ട് ചെയ്തട്ടെ. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ വെക്കാൻ നമുക്കൊരു ഇതിനുള്ളിൽ വെക്കാം. ഇത് ഏകദേശം നമ്മൾ ആ ഫർണസ് ലുക്ക്, അതായത് മൈൻഡ് ക്രാഫ്റ്റ് ചെയ്ത ഫർണസും ഇത് ഐ തിങ്ക് ഒരു പുരാതന ഫർണസ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ചാർക്കോൾ ഇടാൻ പറ്റും. ചാർക്കോൾ എന്തിനും ഉപകാരമുള്ള ഇതിക്ക് ഇടാൻ പറ്റൂലേ? ചാർക്കോള് പറ്റലുണ്ടാവില്ല. ചാർക്കോള് പിന്നെ എന്തിനാ ചവറ് പോലെ കൂട്ടിയിട്ടെടുത്ത് ഇഷ്ടം പോലെ ചാർക്കോൾ ഉണ്ട് നമുക്ക്. അത് മറ്റേ നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്ട് ബാക്കി വരുന്ന വുഡൊക്കെ കഴിഞ്ഞാണ്ട് ചാർക്കോളായി പോകുന്നതാണ്. പിന്നെ നമ്മൾ നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി ചാർക്കോൾ ഒരു ഉപകാരത്തിനും പറ്റൂല. നമുക്ക് ഇതില് ഐ തിങ്ക് വുഡ് മാത്രമേ പറ്റുള്ളൂ. ആ വുഡ് പറ്റും. പിന്നെ നമ്മൾ കുറച്ച് മെറ്റല് പുറക്കെടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ചെസ്റ്റിലും ഷെൽഫിലും പോയിട്ട് നോക്കിയപ്പോൾ കഷ്ടകാലത്തിന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ ഞാൻ കളക്ട് ചെയ്തത് എവിടെ പോയി എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഏതായാലും നമുക്കൊന്ന് മോർണിംഗ് ആക്കാം. അതൊക്കെ ഒന്ന് സ്മെൽറ്റായിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ആക്കാം. ഓക്കെ ഏകദേശം നമുക്ക് കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട്, സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡീഹൈഡ്രേറ്റഡ് ആണെന്ന് തോന്നുന്നു. പോയി നമുക്ക് ഇവിടുന്ന് താഴത്തോട്ട് ചാടി കഴിഞ്ഞാൽ കുറച്ച് ഡാമേജ് ഉണ്ടാവും. അതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ഡാമേജ് ആയിരിക്കും. അതും കുടിച്ചിട്ട് നേരെ കുറച്ച് കിട്ടി അപ്പുറത്ത് കൂടെ കയറാം. മറ്റേ ആ പന്ന ഡൈലോഫോസോറസിനെ കിട്ടി വേണം. അവൻ മോശം. നമ്മളെ ഫോളോ ചെയ്യുന്നില്ല. ഫോളോയിങ് കാണിട്ട് നമ്മളെ എടുത്തില്ല. എന്ത് കഷ്ടം നോക്കിയ. അവിടെ ഒരു ഡ്രോപ്പ് ഉണ്ട്. ബട്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് കൂട് പറഞ്ഞിട്ടാണല്ലോ, അത് നോക്കണ്ടി. അവൻ വീട്ടിലെത്തട്ടെ, അല്ലെങ്കിൽ എന്റെ വീഡിയോ കംപ്ലീറ്റ് ലെങ്ത് ആണെന്ന് പരാതി വരുന്നുണ്ട്. എത്ര ലെവലുണ്ട്? 2. ഓടാ. ഓക്കെ, നമ്മള് വീട്ടിലെത്തി. നമ്മളെ ഫർണസ് നോക്കുമ്പോ ഒന്ന് സ്മെൽറ്റാൻ ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഇത് ആയതെടുത്ത് നമുക്ക് സാധനം ഉണ്ടാക്കാം. എന്താ ഓക്കെ, അപ്പൊ ഇനി ക്രാഫ്റ്റ് ആക്കാൻ തുടങ്ങാം. എന്തൊക്കെ വേണം നോക്കട്ടെ.
എൻ്റെ കയ്യിൽ പാകം മെറ്റൽ മാത്രമേ ഉള്ളൂ. ഇതിൽ കാണേണ്ടതാണല്ലോ. എൻഗ്രാം കൊടുത്ത് അൺലോക്ക് ചെയ്തില്ലേ റെസിപ്പി? എൻഗ്രാമിൻ്റെ സെക്ഷൻ ഇത് ഹൈഡിൻ്റെ ആണല്ലോ. തിങ്ക് മെറ്റൽ ആർമർ അങ്ങനെ എന്തെയാണോ? ഇതും ഇതാണ് ഇതാണ്. ഓ ആ ടൂൾസ് ഉണ്ട്. ഇതാ ഒന്ന്. യെസ് 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 യെസ്, ഇതാണ് മെറ്റൽ കൊടുത്ത് നമ്മള് ക്രാഫ്റ്റ് ചെയ്യേണ്ട ആർമർ. പക്ഷേ ഇത് വൻ എക്സ്പെൻസീവ് ആണ്. വൻ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വൻ എക്സ്പെൻസീവ്. കണ്ടമായി ഗ്രൈൻഡ് ചെയ്യണ്ടേ നമ്മള്. ചിലപ്പോൾ ഇതായി കഴിഞ്ഞിട്ട് നല്ല മെച്ചമുണ്ടാവാൻ കയറും. ഇത് ഹൈഡിന്റെ ആർമർ വെറുതെ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ഞാൻ തന്നെ വട്ടം റിപ്പയർ ചെയ്തത് ഹൈഡിന്റെ ആർമർ. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ആ ഗില്ലിന്റെ ആർമർ, ഗില്ലി സൂട്ടിന്റെ ആർമർ ഇട്ടാണ് പ്രശ്നമല്ല. ഇത് നമുക്ക് ഒരു ബൂട്ടും ഒരു പാൻറ്റും ചെസ്റ്റ് പ്ലേറ്റ് ഓൾറെഡി ആ ഗില്ലി സൂട്ടിട്ടുണ്ട്. അത് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, ബട്ട് കിട്ടുന്നില്ല. അതെന്താണ്? ഷടാ, മെയിൻ കണ്ടന്റ് ഇതായിരുന്നു. ഞാൻ ആ ലെവലിൽ കംപ്ലീറ്റ് ചെയ്ത സാധനങ്ങൾ ഞാൻ അൺലോക്ക് ചെയ്ത് എൻഗ്രാം കൊടുത്തണം. ഓൾറെഡി ഞാൻ അൺലോക്ക് ചെയ്താണല്ലോ. ഇത് കിട്ടാത്ത മെയിൻ കണ്ടന്റ് അതായിരുന്നു. തൽക്കാലം ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് ഇവിടെ പെട്ടിയിലെങ്ങനെ വെക്കാം. അല്ലാതെ ചെയ്യാന് അത് വൺ ഡിസപ്പോയിൻമെന്റ് ആയിട്ടോ. വൺ ഡിസപ്പോയിൻമെന്റ് ആയി. കറുപ്പത് കാര്യം ചെയ്യാം. ഇതിവിടെ വെച്ചിട്ട് നമുക്ക് ഡൈനോസറെ കിട്ടും ടൈം ചെയ്യാൻ. ഓക്കെ, ഏതായാലും നമ്മളെ മെയിൻ പരിപാടി നടന്നില്ല. സൈഡായിട്ട് റാപ്റ്റർ കിട്ടുമോ നോക്കാം. പാരസോർസിൻ്റെ കൂടെ വെക്കാം. അവന് ആദ്യം ഞാൻ ന്യൂട്രലാക്കി വെക്കട്ടെ. അവന് നമ്മളെ അറ്റാക്ക്, അത് നമ്മളെ എന്തിനു പേര് ട്രങ്കാര വെച്ച് അടിക്കുമ്പോൾ ഇവ വന്നിട്ട് അവനെ കൊല്ലും. ഇനി അഥവാ കോൺഷ്യസ്നെസ് ആയി കഴിഞ്ഞാലും അവൻ്റെ ആ ബോഡി ഡെഡ് അവിടെ അവൻ കൊല്ലും, അടിച്ചുകൊണ്ടിരിക്കും. പ്രശ്നമാണ്. അല്ലേലും ഇവിടെ ഒരു സാധനം നോക്കുമ്പോഴാണ്. പിന്നെ ഗൈസ് ഇവിടെ ഒരു കാർണോട്ടോറസ് ഉണ്ട് ഗൈസ്. വൻ വിഷയ സാധനം. ഐ തിങ്ക് 100 സംതിങ് ലെവലെ കണ്ട് ആ മുകളിലെ മലയിൽ, ആ കാണുന്ന മലയിൽ ഇഷ്ടം പോലെ ലെവലുണ്ട്. ഇവിടെ ഉള്ള ഇഷ്ടം പോലെ അതിനനുസരിച്ച് വങ്ങ അടിച്ചിടുന്നുണ്ട്. നമ്മളെ കുറെ വട്ടം കൊന്ന്. ഞാൻ ഫസ്റ്റ് റാപ്റ്റർ കഴിച്ച് നമ്മളെ ബോളെടുത്തിട്ടാണ് ഹുക്ക് ചെയ്ത്, പക്ഷെ കിട്ടിയില്ല. ഇവ വന്നിടി. പിന്നെ നമ്മളെ ട്രൈക്കിന്റെ പുറത്ത് പുറത്തെ വന്നിടി എന്ന് പറഞ്ഞാൽ വന്നിടി. ചാർജ് ചെയ്തിട്ട് ഇടിക്കുക, തെറിച്ച് പോകും. നമുക്കൊന്നും കാട്ടായില്ല. എന്തൊക്കെ മഞ്ഞ സാധനം വരുന്നുണ്ട്. ഇടയ്ക്ക് കോൺഷ്യസ്നസ് ആവും, പിന്നെ നീച്ച് പോവും. കുറെ വട്ടം നമ്മളെ കൊന്ന്, കുറെ വട്ടം നമ്മളെ ചത്ത്. പക്ഷെ അല്ലെങ്കിൽ ഇവിടെ ഒരു സാധനം നോക്കുമ്പോ കാണൂല. ഇവന്റെ സൗണ്ടാണിത്. അമറിന് നല്ല സൗണ്ട്. ഒരു റാപ്റ്ററും കൂടി ഇല്ലല്ലോ. വേറെ തന്നെ അവസരം കിട്ടുമോ നോക്കട്ടെ. നമ്മളൊരു ടെറഡോനെ കണ്ട്, പക്ഷെ അവൻ പാറിപ്പോയി. പിന്നെ ഇവിടെ മറ്റൊരു കിളിയുണ്ട്, വരുന്നു. അവൻ വിഷയമാണ് കേസ്. അവിടെ വിട്ടു നോക്കാം. പക്ഷെ അവനെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് സാധനം പറിച്ചോണ്ട് അങ്ങ് പോവും. അതാണ് പ്രശ്നം. അവൻ്റെ മെയിൻ പ്രശ്നം അതാണ്. പോയിട്ടോ 3 സ്പോയിൽഡ് മീറ്റ് അവൻ കൊണ്ടുപോയി. പന്നൻ ടെറാഡോടെ കപ്പി വന്നിട്ട് ഏതായാലും ഇവിടെ കിട്ടുന്നതാണ്. അപ്പൊ ടെറാഡോ ഇവിടെ ലാൻഡ് ആയി കഴിഞ്ഞാൽ ബോലെ ഒരു കാര്യം, ബോലെ വെച്ചിട്ട് ഞാനിത് ചാർജ് ചെയ്ത് പിടിക്കാം. ചാർജ് ചെയ്ത് പിടിച്ചിട്ട് അടുത്തേക്ക് വരുമ്പോൾ ആളുടെ നമുക്കാണ് അറ്റാക്ക് ചെയ്തതിനോട് അവൻ അവിടെ വീണോളും. പക്ഷെ വിഷയം എന്താ വെച്ചാൽ ഇത് നല്ല ഷെയ്ക്കിങ് ഉണ്ടാവും. അതാണ് പ്രശ്നം. നമുക്ക് അനങ്ങാനും കഴിയില്ല. ഇത് ക്യാൻസൽ ചെയ്യാനും കഴിയില്ല ഈ ചാർജ് ചെയ്യുന്നത്. പോലെ മിസ്സാവും ചിലപ്പോൾ മിക്കവാറും എല്ലാവരും. കാരണം ചിലപ്പോൾ ടാസ്ക്കാണ്. ഇവിടെ ആണെങ്കിൽ ഇത് കറക്കണ്ടോ റീസാൻ കഴിഞ്ഞില്ല.
ഓ, നമ്മള് കറക്കം കണ്ടിട്ടാണോ അതോ ഇത് അങ്ങനെ കറങ്ങുന്നേ, അതോ നമ്മള് പേടിച്ചിട്ടുള്ള താഴത്തേക്ക് തിരിച്ചറിയില്ല. ഇപ്പൊ ലാൻഡ് അവിടെ തരുടെ കണ്ടില്ല. കൺസ്യൂമർ പോലെ ഒരു ടറാട വന്നു. ലെവൽ 22. ആ, കിട്ടി കിട്ടി കിട്ടി. എടേ ഇവ കൊന്നടേ അവനെ. ശേ, കാര്യം വല്ല മീറ്റ് എടുക്കാം, അല്ല വേറൊന്നും കഴിയില്ല. ഇതാണ് പ്രശ്നം, ഇവന്മാരെ കൊണ്ടുവരാൻ പറ്റൂല ടൈമിങ്ങിന് വരുമ്പോ. നല്ലൊരു ഡൈനോ ആയിരുന്നു. നമുക്കാൽ ഇവനെ പിടിക്കാം. ലെവലപ്പിലെ കാര്യം ഇവനെ വിസിൽ നമുക്ക് പാസീവാക്കി വെക്കാം, ശാന്തനാക്കിയിട്ട് വെക്കാം. നല്ല ജലദോഷം. ആ, ഇവനെ നമുക്ക് ട്രാപ്പ് ആക്കിയിട്ടുണ്ട്. അടിക്കണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഇനി ക്രോബ് കുറച്ച് സീനാണ്, ചിലപ്പോൾ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ലെക്ക് നോക്കി വെക്കാം. റോബോ അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടും അവിടെ. രണ്ടാരോ തീർന്നോ? ഓക്കെ, നമുക്ക് എക്സ്ട്രാ ലെവലപ്പ് ഒന്നും ഇല്ല, സാധാരണ ലെവലപ്പ് കിട്ടേണ്ടതാണ്. ഐ തിങ്ക് നല്ല ഡാമേജ് കൊടുത്തോണ്ട് തോന്നുന്നത്. ലെവലപ്പ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇവന്റെ ഇൻവെന്ററി ഇത് വെച്ചിട്ടുണ്ട്, നമ്മള് നോക്കാം. വെച്ചിട്ട് തോന്നുന്നത് ചിലപ്പോൾ ഫിഷ് മീറ്റ് വേണ്ടി വരും. ഫിഷ് മീറ്റ് കളക്ട് ചെയ്തിട്ട് വരാം. ഞാൻ കണ്ണമാനം ഞാൻ തപ്പി നടന്ന് വള്ളത്തിൽ മീൻ്റെ അവിടെ നോക്കും കൂടി കരയിൽ ഒരു ടൈം ചെയ്യാൻ വേണ്ടി നോക്കും. ടൈമബിളായിട്ട് അവന്മാരൊക്കെ മോൺസ്റ്റേഴ്സാണ് മയക്കണ്ട തോന്നുന്നു. ടൈമാണ് നമുക്ക് ഞാൻ കുറച്ച് മീറ്റ് കിട്ടും. 12, 18, 24, 30 അത്യാവശ്യമുള്ള മീറ്റ് കിട്ടി. ഞാൻ അവന് കൊടുത്ത് നോക്കാം. കുറേ ടൈം ആവില്ലല്ലോ, കാരണം ഇവൻ ലെവൽ കൂടുതലായതുകൊണ്ട് ഈ വീഡിയോ ടൈം ആക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഒന്നാമത് അത്യാവശ്യം നല്ല ലെങ്ത് പോകുന്നത് വീഡിയോ. 40% ആയി. അതായത് നമുക്ക് ഈ മീറ്റ് കൂടി വെച്ച് കൊടുത്ത് നോക്കാം. ഫിഷ് മീറ്റ് അതല്ലേ നമ്മൾ കണ്ട് ചെയ്തല്ലേ, ഇത് കൂടി വെച്ച് കൊടുത്ത് നോക്കാം. ചിലപ്പോൾ ടൈം ഇത് എടുക്കണോ അല്ലെങ്കിൽ വേണ്ട, ഞാൻ വെക്കാം. ഇനി അഥവാ ഫിഷ് മീറ്റ് പറ്റൂലെങ്കിലോ കഴിച്ചോട്ടെ. നല്ല സ്ലോ ആണ്. ഇതെന്തെങ്കിലും ഫാസ്റ്റാക്കത്തെ മാർഗം ഉണ്ടോ? കീ കൊടുക്കാന്നല്ലാതെ ഫാസ്റ്റാക്കാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. ഒരു കാര്യം എടുക്കാത്തൊന്നും ഇവനെ കൊണ്ടിട്ട് ഇതൊക്കെ ഇവനോട് ഉപകാരമുള്ളൂ. ഉപദ്രവം ഇഷ്ടം പോലെ ഉണ്ട്, ഉപകാരം ആകെ ഇങ്ങനത്തെ ഉള്ളൂ. കുറച്ച് ഹൈഡും മീറ്റ് കളക്ട് ചെയ്യാം. അത് അവിടെ നിന്ന് തോന്നുന്നു കണ്ടോ, അതിന് പറ്റത്തില്ല. ഹൈഡ് മാത്രമാക്കി എന്തായോട് കാര്യോ? ടീം അവിടെ വട്ടത്തിലല്ലോ. ഓ മാൻ, നിങ്ങൾ കൺസ്യൂം ചെയ്തിട്ടില്ല. ഒന്നും പോലെ കൺസ്യൂം ചെയ്യില്ല. ടീം ആവുകയാണ്. ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന് നല്ല വീഡിയോ ആയിട്ട് നാളില്ല, അടുത്ത ദിവസം വരാം. അത് നിങ്ങൾക്ക് സ്റ്റേ ട്യൂൺ. പിന്നെ കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കമൻറ്റ് ചെയ്തോളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടെ ടൈം ആക്കിയിട്ട് ഇവന് ആർമറും സാഡിലും കാലൊക്കെ വെച്ചു കൊടുക്കും. സോ ബൈ ബൈ, സീ യു ലേറ്റർ.